ഫോട്ടോഷൂട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഫാമിലി വരികയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ടെൻഷൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. എങ്ങനെ തോന്നി ചേച്ചി? കുഴപ്പമില്ല, ഒരു വലിയ സന്തോഷമായില്ലേ? വലിയ സന്തോഷമായി. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല പ്രതീക്ഷിച്ചില്ല. ഇതാണ് വാക്കുകൾ, ഇതാണ് ആളുകളുടെ ഫോട്ടോ എടുത്തിറങ്ങുന്നവരുടെ വാക്കുകൾ ഇതാണ്. ഒന്നും പറയാനില്ല എന്നാ പറയുന്നത്. അത്രമാത്രം സന്തോഷമാണെന്നാണ് പറഞ്ഞത്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലായിരുന്നു? പിന്നെ നമുക്കെല്ലാം സംബന്ധിച്ച് നല്ലൊരു സന്തോഷമായിട്ട് കാണുന്നു. 25ാം വാർഷികത്തില് ലാലേട്ടന്റെ കൂടെ ഇങ്ങനെ ഒരു ദിവസം ആഘോഷിക്കാൻ പറ്റിയ സന്തോഷമായിട്ട് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ മൂവാറ്റ ഏരിയ കമ്മിറ്റി. എന്റെ നാട്ടിനെടുത്താലോ തൊടുപുഴയാലോ എന്റെ ആണ്. പിന്നെ അറിയില്ലേ, ഇക്കാരൊക്കെ അറിയും. ഭയങ്കര ഒരു മുഹൂർത്തമായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഇത്ര ഒരു ഒറ്റയ്ക്ക് സിംഗിൾ ഫോട്ടോ ലാലേട്ടന്റെ കൂടെ 4000 പേരെ കൂടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല, വലിയ സന്തോഷമായിട്ട് കാണുന്നു. ഇതാണ് എല്ലാവർക്കും ഇത് തന്നെ പറയാനുള്ളൂ. ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അത് ലാലേട്ടനെ സ്നേഹിക്കുന്നു എന്നാണ്. ലാലേട്ടൻ ഇവരെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് ഈ സ്റ്റേജിൽ കാണുന്നത്. ഒരാൾക്കൊരു ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സമയം ലാലേട്ടൻ ചെലവഴിക്കും. ഒരേ നിപ്പാണ്, നമ്മൾ കണ്ടില്ല, ഒരേ നിപ്പാണ് ലാലേട്ടൻ. എല്ലാവരോടും ഒപ്പം തോളത്ത് കൈയിട്ടും കൈപിടിച്ചും സംസാരിച്ചും ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം അതിനപ്പുറത്തേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ഫോട്ടോഷൂട്ട് തുടരുകയാണ്. ഫോട്ടോഷൂട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല തന്നെ. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഇത്രയും സൗകര്യം പ്രതീക്ഷിച്ചില്ല. എവിടെ നിന്നാണ് വരുന്നത്? വാഴക്കുളം. വാഴക്കുളത്ത് നിന്ന്. ആലുവ വാഴക്കുളം. ലാലേട്ടന്റെ ഒരു ആരാധനാണല്ലേ? അല്ലേ? എല്ലാവരും, എന്റെ വീട്ടിൽ എല്ലാവരും 4-5 പേര് ലാലേട്ടന്റെ ആരാധനാണ് ആണല്ലേ? ഇതിലൊന്നും ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല, ബാക്കി എല്ലാവരും എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി വന്നതാണ്. നമ്മളതിനു വേണ്ടി എല്ലാ ജോലിയും മാറ്റി വെച്ചത്. അതെ. ഇതാണ് കണ്ടില്ലേ, ഇത്രയും പ്രായ ഭേദ വ്യത്യാസം ഇല്ലാതെയാണ് ആളുകൾ ഫോട്ടോ എടുത്തിറങ്ങുന്നത്. അത് ചെറുപ്പക്കാർ മുതൽ പ്രായം ചെന്നവർ വരെ മോഹൻലാലിന്റെ ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കിൽ ഇവിടെ എത്തി ഫോട്ടോ എടുത്തു പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന മുഹൂർത്തം. അതോടൊപ്പം തന്നെ ലാലേട്ടനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്കും ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. ഇപ്പോഴും ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണിത്. ഇത് ചരിത്ര മുഹൂർത്തമാണ്. ചരിത്രത്തിന്റെ തങ്ക ലിപിയാൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലാലേട്ടന്റെ കൂടെ ഫോട്ടോ എടുത്ത് 1 മിനിറ്റിൽ ഇത്ര ആളുകൾ എന്നുണ്ട്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 14 ജില്ലയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ലാലേട്ടനൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹത്തിൽ എത്തിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ലാതെ ഫോട്ടോ എടുത്തിട്ട് വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഫോട്ടോ എടുത്തോ? എന്ത് തോന്നി? ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഭാഗ്യത്തിനെ കുറിച്ചൊന്ന് പറയൂ. ഒന്നും പറയാനില്ല. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് പെരുമ്പാവൂര്. ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ വന്നതാ. ഫോട്ടോ എടുത്തു. സന്തോഷമായി. സന്തോഷായി. മക്കളൊക്കെ ചേർത്തില്ല? അനിയനൊക്കെ ചേർത്തില്ല ഫോട്ടോ എടുത്തു അല്ലേ? സന്തോഷമായി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞാൻ 5ാമത്തെ പ്രാവശ്യം. പക്ഷെ ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടായിട്ടില്ല. ഇതിന് ഒപ്പത്തുണ്ടായി, ഒപ്പം കുഴപ്പമുണ്ടായില്ല. ഫോട്ടോ എടുത്തോ? അടിപൊളി, ഭയങ്കര സന്തോഷം. എവിടെ വരുന്നത്? ഞങ്ങൾ പെരുമ്പാവൂര്. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. തീർത്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. സന്തോഷവും ഇത്ര വർഷം കാത്തിരുന്ന ഇതിനു വേണ്ടിയല്ലേ, അത് പ്രത്യേക സന്തോഷം. വാക്കുകൾ പറയുമ്പോൾ തന്നെ ഇവരുടെ വാക്കുകളിൽ നിന്നറിയാം ഇവരുടെ സ്നേഹവും ഇവരുടെ ആത്മാർത്ഥതയും നമ്മൾ തിരിച്ചറിയുന്ന നിലയിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇപ്പോഴും ഫോട്ടോഷൂട്ട് തുടരുകയാണ്. ഫോട്ടോഷൂട്ട് ഒന്നിനു പുറകെ ഒന്നൊന്നായി ഫോട്ടോഷൂട്ട് തുടരുന്ന കാഴ്ചയാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ചേച്ചി, ഫോട്ടോ എടുത്തോ? എവിടുന്നാ വരുന്നത്? ആദ്യമായിട്ടാണ്. വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടുകളുണ്ട്. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം, വളരെ സന്തോഷം. അതെ. ഞങ്ങള് കണ്ണൂരുകാരാ, ഇവിടെ വന്ന് താമസിക്കുന്നവരാ. ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാവുന്ന വിചാരിച്ചില്ല. വളരെ സന്തോഷം. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. വലിയൊരു ഭാഗ്യം. ഇതാണ് ലാലേട്ടൻ പവർഫുൾ ആണ്. അതിന്റെ തെളിവാണ് ഇപ്പോൾ ഇവിടെ ഓരോ ഫോട്ടോ എടുത്തിറങ്ങുന്ന ആളുകളും ലാലേട്ടനെ കുറിച്ച് പറയുന്നത്. ഈ വാക്കുകൾ ഏറ്റവും വലുത്. എത്ര മനോഹരമാണ് ഇവരുടെ വാക്കുകൾ. ലാലേട്ടൻ കിരീടവും ചെങ്കോലും ഇല്ലാത്ത ഒരു രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവ് ഇന്നും രാജാവായി തന്നെ തുടരുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ലാലേട്ടനോടൊപ്പമുള്ള ഈ ഫോട്ടോഷൂട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ഫോട്ടോഷൂട്ട് തുടരുകയാണ്. വലിയ രീതിയിൽ ഫോട്ടോഷൂട്ട് തുടരുകയാണ്. ഫോട്ടോ എടുത്തോ? എന്താ തോന്നി? ഞങ്ങളിപ്പോ ഫസ്റ്റ് അനുഭവമാണ് മോഹൻലാലേട്ടന്റെ. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പട്ടാമ്പി. എപ്പോ പോകുന്നു? ഇപ്പം 6:30-7 മണിക്ക് പോകുന്നു അല്ലേ?
എന്താ മോഹൻലാൽ നമ്മളൊക്കെ ഒരു വികാരല്ലേ ലാലേട്ടെ അതിനെത്തണ്ടേ ഇങ്ങനെയൊന്നും ഓർത്തില്ല അല്ല ഇങ്ങനെ ഇല്ല ഇങ്ങനെ ചാൻസ് കിട്ടുന്ന വിചാരിച്ചല്ല ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങൾ അപ്പൊ നമ്മൾ നന്നാക്കണ്ടേ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷമായി. ഇതാണ് ഓരോ ആളുകൾക്കും പറയാനുള്ള ഒരു വികാരമാണ്. ലാലേട്ടൻ എന്ന് വെച്ചാൽ ഒരു വികാരമാണ്. അതിന്റെ തെളിവ് തന്നെയാണ് ഈ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോ ആളുകളുടെ പ്രതികരണമാണ്. നമ്മൾ 100 പേര് ഇറങ്ങുമ്പോൾ 2 പേരുടെ പ്രതികരണമാണ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത്. അത്രയും ആളുകളുടെ പ്രതികരണം എടുക്കാനുള്ള സമയക്കുറവുണ്ട്. അങ്ങനെ പ്രതികരണം നമ്മൾ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.